ഹായ് എവ്രി വൺ. ദുബായിൽ ജോബ് അന്വേഷിച്ച് വരുന്ന എല്ലാവരുടെയും ചെറിയ ചെറിയ ഡൗട്ട്സുകളാണ്. ദുബായിൽ നമുക്ക് എങ്ങനെ ഒരു ജോബ് കിട്ടുക, നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അതിന് വേണ്ടി കൊണ്ടുവേണ്ടത്, ഇവിടെ എങ്ങനെയായിരിക്കും ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക, ഒരു 2 മന്ത് വിസിറ്റ് വിസ എടുത്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡൗട്ട്സ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ദുബായിൽ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ദുബായിൽ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനായി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ദുബായിലുണ്ടെങ്കിൽ അവരുടെ നമ്പർ ആയത് നമ്മൾ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സി വി നല്ല പ്രൊഫഷണൽ ആയിട്ടൊരു സി വി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവരുടെ നമ്പർ നമ്മൾ ഈ സി വിയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ്. കാരണം ഇവിടെ ഒത്തിരി കമ്പനികൾ അവരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണത് നമ്മുടെ ലിങ്ക്ഡിൻ ത്രൂ ആണ്. സോ നമ്മൾ ലിങ്ക്ഡിനിൽ നല്ല ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എത്ര സമയമാണ് അല്ലേ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും റീൽസ് കണ്ടിട്ട് സമയം കളയണത്. അതുപോലെ തന്നെ നമ്മൾ ഇത്തിരി സമയം നമ്മുടെ ആത്മാർത്ഥമായി നമുക്കൊരു ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലിങ്ക്ഡിനിൽ നമ്മൾ നല്ല ആക്റ്റീവ് ആവുക എന്നതാണ്. ലിങ്ക്ഡിൻ പോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ജെനുവിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആപ്പാണ് നൗകരി ഗൾഫും ഇൻഡീഡും. പിന്നെ അതേപോലെ തന്നെ സ്കിൽബി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അതെൻ്റെ എനിക്കൊരു ഫ്രണ്ടാണ് എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്തത്. ഈ സ്കിൽബി എന്ന് പറഞ്ഞ ആപ്പിന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് അവർ HR ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും വാട്സപ്പ് ത്രൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവർക്ക് നമ്മുടെ CV അയച്ചിട്ട് കൊടുക്കുക, അവരെ HR ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും, അവരുടെ നമ്പർ ഉണ്ടാവും, HR ഡയറക്റ്റ് നമ്പർ ഉണ്ടായിരിക്കും. സോ എനിക്ക് സ്കിൽബി വഴി കുറേ ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ആപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ജോബ് സൈറ്റ് ലിങ്ക്ഡിൻ ആണെങ്കിലും ഇൻഡീഡ് ആണെങ്കിലും നൗകരി ഗൾഫ് സ്കിൽബി ഈ 4 ആപ്പുകളാണെങ്കിലും അവിടെ ജോബ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്ലൈ ചെയ്തിട്ടാൽ മാത്രം പോരാ കേട്ടോ. നമ്മളിപ്പോൾ ഒരു ദിവസം 100 എണ്ണം അപ്ലൈ ചെയ്തിട്ടു ചിലപ്പോൾ 100 എണ്ണത്തിൽ ഒരാൾ പോലും നമുക്ക് തിരിച്ച് മെയിൽ അയച്ചൊന്നും വരില്ല. ചിലപ്പോൾ 1-2 ആൾക്കാരോ മെയിൽ അയച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേക്കൻസി കണ്ടിട്ടാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കമ്പനിയുടെ പേര് നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ കമ്പനി റിവ്യൂ ആകാൻ തന്നെ നമ്മൾ നോക്കണം. കാരണം ഇവിടെ കുറച്ച് ഫേക്കായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു മെയിലേക്കും വന്ന് നമുക്ക് ജോബ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇൻ്റർവ്യൂവിന് നിങ്ങളെ നാളെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ പോകുമ്പോഴായിരിക്കും നമ്മളറിയുക അതൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിരുന്നു. അപ്പോൾ അവർ പറയും 200 ദർഹം തായോ, നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളങ്ങനെ ഫേക്കായിട്ടുള്ള കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു കമ്പനിയുടെ പേര് കണ്ട ഗൂഗിളിൽ സെർച്ച് ചെയ്ത റിവ്യൂ നമ്മൾ ആദ്യം തന്നെ നോക്കണം. റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കമ്പനീൻ്റെ പേര് നമ്മുടെ ലിങ്ക്ഡിനിൽ നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ ആ കമ്പനീനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഒരു പേജ് അവിടെ കാണാം. നമ്മൾ ആ കമ്പനീൻ്റെ പേജ് ഫോളോ ചെയ്യുക. അതിനുശേഷം അവിടെ കാണാം 10 പീപ്പിൾസ് വർക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഈ കമ്പനിയിൽ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ 10 പേരുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ഈ 10 പേർക്കും നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിടുക. അതായത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കണ പോലെ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് നമ്മൾ കൊടുക്കാറില്ലേ, അതേപോലെ തന്നെ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ 10 പേരിൽ ചിലപ്പോൾ 1-2 പേരോ അങ്ങനെ ആയിരിക്കും നമ്മുടെ കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ആ കമ്പനിയിലത്തെ 10 പേരിൽ 2 പേരായിട്ട് നമ്മൾ എന്തായി ഫ്രണ്ടായി. അപ്പോൾ നമ്മൾ അവരായിട്ട് നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. അവരോട് നമുക്ക് അവിടുത്തെ HR ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്റ്റ് മാനേജറായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ റിക്വസ്റ്റ്. സോ നമുക്ക് അവരായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നമുക്ക് അവരോട് ചോദിക്കാം, എന്താ ഞാനിങ്ങനെ ഒരു ജോബ് വേക്കൻസി നൗകരിയിൽ കണ്ടല്ലോ, ഇപ്പോൾ കറൻ്റ്ലി അവിടെ വേക്കൻസി ഉണ്ടോ, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ ചോദിക്കാം. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം പറയാം. അപ്പോൾ അവർ വേണമെങ്കിൽ നമുക്കൊരു ഇമെയിൽ ID തരാം. അപ്പോൾ എന്തായിരിക്കും കമ്പനിയുടെ ആ ഇമെയിൽ IDക്ക് നമ്മൾ ഡയറക്റ്റ് മെയിൽ അയക്കുക. അതുപോലെ തന്നെ അവരായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് എല്ലാ കമ്പനിയുടെയും നമ്മളാക്കേണ്ടത്. ഏതൊരു വേക്കൻസി കണ്ടാലും നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ അവരെ കണക്ട് ചെയ്യുക. ആ കമ്പനീനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. അങ്ങനെ ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 1-2 ജോബ്സിക്ക് നമുക്ക് ഇൻ്റർവ്യൂയുടെ വരെ വക്കിലെത്തിയെന്ന് വിചാരിക്കുക. അപ്പോഴാണ് അടുത്ത പ്രാവശ്യം നമുക്കൊരു അക്കോമഡേഷൻ വേണം. നമുക്കിവിടെ അങ്ങനെ അധികം പരിചയമില്ല, അധികം റിലേറ്റീവ്സ് ഒന്നുമില്ല. സോ നമുക്ക് എങ്ങനെ ഒരു അക്കോമഡേഷൻ ദുബായിൽ കിട്ടും? എന്തായാലും വിസിറ്റ് വിസ എടുത്ത് വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു അക്കോമഡേഷൻ എങ്ങനെ കിട്ടും? അതിനൊരു സൂപ്പർ ആപ്പാണ് ഡുബിസിൽ. അത് നമ്മൾ
ഡ്യൂബിസിൽ എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിൽ റൂം ഫോർ റെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ നമ്മുടെ ലൊക്കേഷനും പിന്നെ നമ്മുടെ എത്രയാണ് ബെഡ് സ്പേസ് ആണോ, ലോവസ്റ്റ് പ്രൈസ് ടു ഹയസ്റ്റ് പ്രൈസ്, അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റൂമുകൾ സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ ഡയറക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രൈസ് തന്നെ ഒത്തു വരുന്ന റൂമുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഓണറായിട്ട് അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. വാട്സപ്പ് ത്രൂ നമുക്ക് സംസാരിക്കാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും, മെയിൽ ത്രൂ നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റൂം സെറ്റാക്കാം. ഈ ഡുബിസിൽ എന്ന് പറഞ്ഞ ആപ്പ് റൂം സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. അവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഞാനും ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ജോബ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ജോബും സെർച്ച് ചെയ്യാൻ പറ്റും. ഐ വാണ്ട് എ ജോബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് വാട്സപ്പ് ത്രൂ നമുക്ക് അവരെ ഓണേഴ്സായിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും. അതും നല്ലൊരു വഴിയാണ് കേട്ടോ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ എക്സ്പെൻസ് ആണ്. നമുക്കൊരു 2 മന്ത് വിസിറ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് എത്ര എക്സ്പെൻസ് ആവുന്നു. ഇവിടെ ഒരു ബെഡ് സ്പേസിൽ 1 മന്ത് നിൽക്കാൻ ഏകദേശം 700 ദിർഹവും ഒരാൾക്ക് ബെഡ് സ്പേസിൽ നിൽക്കാൻ. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 15,500 ആവും, 15,000 രൂപയാവും ഒരു ബെഡ് സ്പേസിലെ ഒരു 1 മന്തിൻ്റെ എക്സ്പെൻസ്. അതേപോലെ തന്നെ ഒരു മാസത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ, നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമല്ലോ, അതിനൊരു 4,000 കൂടിപ്പോയ ഒരു 5,000 രൂപയാവും നാട്ടിലത്തെ. പിന്നെ കഴിവതും നമ്മളൊരു വിസ എടുത്തിട്ട് ദുബായിക്ക് വരുമ്പോൾ മാക്സിമം സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കാം. ഞാൻ വരുമ്പോൾ ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു കുക്കർ, ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, നമുക്ക് ഒരു മാസം നമുക്ക് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെയും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാം. പരിപ്പ്, പയർ, കുറച്ച് അരിയും കൊണ്ടുവന്നോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അതിക്ക് ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം നിൽക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് അത്രയും എക്സ്പെൻസ് ഇവിടെ കുറവായിരിക്കും. പിന്നെ ഏകദേശം ഒരു ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ടിക്കറ്റും വിസയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന സീസൺ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു ജോബ് സെർച്ച് ചെയ്യാൻ വരുന്ന ഏറ്റവും നല്ല മാസം എന്ന് വെച്ചാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ കേട്ടോ. കാരണം അത് മാർച്ച് മാസമായിരിക്കും ഇവിടെ പെരുന്നാളിക്കും വരാം. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉച്ചവരെ ഉണ്ടാവുള്ളൂ വർക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് കുറേ ഇൻ്റർവ്യൂസൊന്നും നടക്കില്ല. അപ്പോൾ ഈ 3 മാസങ്ങളാണ് നമ്മൾ ജോബ് അന്വേഷിച്ച് വരുന്നവർ ഈ സമയത്താണ് വരേണ്ടത്. പിന്നെ ആ സമയത്ത് വെതറും കുഴപ്പമില്ലാത്തതാണ്. ഇപ്പോൾ ഇവിടെ ജൂൺ ജൂലൈ മാസം 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ചൂട്. ഈ സമയത്തേക്ക് ഇവിടെ ജോലി അന്വേഷിച്ച് വന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും നമ്മൾ വാടി കരിഞ്ഞു പോകും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ ഈ ഒരു സമയത്ത് നമ്മൾ വിസ എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം ഒരു 10-20,000 ഉള്ളിൽ നമ്മുടെ ടിക്കറ്റും വിസ അടക്കം നമുക്ക് കിട്ടും. പിന്നെ ഡോക്യുമെൻറ്റ് നമ്മൾ ഏതൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV കൊണ്ടുവരണം. CVയുടെ ഡോക്യുമെൻറ്റ് ഒരു 10, 20, 30 കോപ്പി ആണെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് അത് പ്രിൻ്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 12 എണ്ണോ അല്ലെങ്കിൽ 15 എണ്ണോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൈ പിടിക്കണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം, ദുബായ് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ ഇവിടെ ഇത്തിരി എക്സ്പെൻസ് നമുക്ക് കുറവായിരിക്കും. പിന്നെ മാക്സിമം നമ്മുടെ ദുബായിലുള്ള ഫ്രണ്ട്സിനും നമ്മുടെ റിലേറ്റീവ്സിനേക്കും നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചിട്ട് കൊടുക്കുക. അവരോടേക്കും ചോദിക്കുക, അവരേക്കും കമ്പനിയിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ആയതുകൊണ്ട് എന്തെങ്കിലും ഈ റെഫറൻസിൽ നമുക്ക് ജോബ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻ, നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. 2 മാസം വിസ നമ്മൾ എടുത്ത് വരുമ്പോഴേ നമുക്ക് ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ. എന്താണ്? നമ്മൾക്ക് ഒരു ജോലി വേണം. ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എനിക്ക് ജോലി കിട്ടും. ഈ ഒരു ആത്മവിശ്വാസം നമ്മൾ ഒരിക്കലും കൈവിടരുത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു കഷ്ടപ്പെട്ട് നമ്മൾ പൈസയ്ക്കും ചിലവ് ചെയ്ത് വിസയും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇവിടേക്ക് വന്നു. നമുക്കൊരു ആഴ്ച കഴിയുമ്പോൾ ഒറ്റ ഓപ്പർച്യൂണിറ്റി ഒന്നും വരുന്നില്ല, ഒറ്റ ഇമെയിൽ വരുന്നില്ല, ഒന്നിനും റെസ്പോൺസ് ഇല്ല, മെയിലിന് റെസ്പോൺസ് ഇല്ല. 2 ആഴ്ച വന്നിട്ടും മെയിലിന് റെസ്പോൺസ് ഇല്ല, 3 ആഴ്ച കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഇല്ല. 2 മാസം വിസയുള്ളൂ, ഡേറ്റ് കഴിയാറായി, ടെൻഷൻ ആവണോ, അങ്ങനെ പറഞ്ഞിരിക്കരുത്. സത്യമായിട്ടും പറയാം, ഈ 2 മാസം എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കാനുള്ള മാസമാണ്. കാരണം നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇവിടേക്ക് വന്നത്. എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം അത് ഒരിക്കലും ചോർന്ന് പോവാതിരിക്കാൻ നമ്മൾ നല്ല പോലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു ജോബ് വേഗം കിട്ടട്ടെ. എല്ലാവരും ആഗ്രഹിച്ച പോലെ നല്ലൊരു ജോബ് കിട്ടട്ടെ.